നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ശക്തിയേറിയ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. മുൻ മന്ത്രിയായ ആന്റണി രാജുവിൻ്റെ രാജിയെ തുടർന്ന് ശ്രദ്ധേയമായ തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് ഇത്തവണ ആരോടൊപ്പമായിരിക്കും എന്നതിലാണ് ആകാംക്ഷ ഉയരുന്നത്. നിരവധി അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ UDFിൻ്റെ ഘടകകക്ഷിയായ CMPയുടെ CP ജോൺ സ്ഥാനാർത്ഥിയായതോടെ LDF ആശയക്കുഴപ്പത്തിലാകുകയും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പ്രമുഖ ചലച്ചിത്ര നടൻ സുധീർ കരമനയെ കളത്തിലിറക്കുകയും ചെയ്തു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായ മുന്നേറ്റം നടത്തിയ BJP തങ്ങളുടെ ജില്ലയിലെ മുൻനിര നേതാവായ കരമന ജയനെയും കളത്തിലിറക്കിയതോടെ മത്സരം കൊഴുക്കുകയാണ്. ഇതിനിടയിൽ മുൻ മന്ത്രിയും ഈ മണ്ഡലത്തിലെ MLAയുമായിരുന്ന LDFിൻ്റെ സുരേന്ദ്രൻപിള്ളയുടെ പേര് ഉയർന്നു വന്നിരുന്നു. മുൻ മന്ത്രിയും UDF MLAയുമായ VS ശിവകുമാറിനും ഇവിടെ താൽപ്പര്യമുണ്ടായെങ്കിലും ശിവകുമാറിന് അരുവിക്കരയിലാണ് സീറ്റ് നൽകിയത്. പ്രവചനാതീതമായ ഫലമാണ് കാലാകാലങ്ങളായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നു വന്നിരുന്നത്. UDFിനെയും LDFിനെയും മാറി മാറി വിജയിപ്പിച്ച ചരിത്രമാണ് ഈ മണ്ഡലത്തിനുള്ളത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ തീരദേശം വരെ നീണ്ടുകിടക്കുന്നതാണ് ഈ മണ്ഡലം. SIRന് ശേഷം പുതുക്കിയ പട്ടിക പ്രകാരം 1,57,977 തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം. SIR നടന്നപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്നും 47,647 പേർ ഒഴിവാക്കപ്പെട്ടു. തലസ്ഥാന ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ SIRൽ ഒഴിവാക്കപ്പെട്ടതും തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. ഈ ഒഴിവാക്കപ്പെട്ട വോട്ടുകൾ തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും വിജയപ്രതീക്ഷയിൽ ആകാംക്ഷ ഉയർത്തുന്നത്. ഇക്കഴിഞ്ഞ 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ 22 വാർഡുകളിൽ 8 ഇടങ്ങളിൽ LDFും 8 ഇടങ്ങളിൽ BJPയും വിജയിച്ചു. 6 ഇടത്ത് UDFും വിജയിച്ചു. തിരുവനന്തപുരം നഗരസഭയിലെ കുറവൻകോണം, മുട്ടട, ചെട്ടിവിളാകം, കിണവൂർ, നാലാഞ്ചിറ, വഴുതയ്ക്കാട്, ശാസ്തമംഗലം, പാങ്ങോട്, തിരുമല, വലിയവിള, തൃക്കണ്ണാപുരം, പുന്നയ്ക്കാമുകൾ, പൂജപ്പുര, നെടുങ്കാട്, കാലടി, തിരുവല്ലം, പൂന്തുറ, പുത്തൻപള്ളി, അമ്പലത്തറ, ആറ്റുകാൽ, കളിപ്പാൻകുളം, കമലേശ്വരം, വലിയതുറ, വള്ളക്കടവ്, മണക്കാട് എന്നീ വാർഡുകളുടെ ഭാഗങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുകയാണ്. 2011 തിരുവനന്തപുരം മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. തിരുവനന്തപുരം വെസ്റ്റ്, തിരുവനന്തപുരം ഈസ്റ്റ് എന്നിവയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് തിരുവനന്തപുരം മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം 2 തവണ UDFും 1 തവണ LDFും വിജയിച്ചു. ഈസ്റ്റ്, വെസ്റ്റ് മണ്ഡലങ്ങളിലെ LDFിൻ്റെയും UDFിൻ്റെയും പരമ്പരാഗത വോട്ടുകൾ ഇപ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട്. തിരുവനന്തപുരം മണ്ഡലം നിലവിൽ വന്ന 2011 UDFിൻ്റെ VS ശിവകുമാർ 5352 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേന്ദ്രൻപിള്ളയെ പരാജയപ്പെടുത്തിയിരുന്നു. 2016 ശിവകുമാർ 11,105 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആന്റണി രാജുവിനെ പരാജയപ്പെടുത്തി ഈ സീറ്റ് നിലനിർത്തി. എന്നാൽ 2021 ആന്റണി രാജു 7,089 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശിവകുമാറിനെ പരാജയപ്പെടുത്തി. ആ സമയത്ത് ഇവിടെ നിർണായകമായത് BJP സ്ഥാനാർത്ഥിയായിരുന്ന നടൻ G കൃഷ്ണകുമാർ നേടിയ വോട്ടാണ്. ആന്റണി രാജുവിന് 48,748 വോട്ടും ശിവകുമാറിന് 41,659 വോട്ടും കൃഷ്ണകുമാറിന് 34,996 വോട്ടും ലഭിച്ചു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയത് BJP ആണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് 48,296 വോട്ടും രാജീവ് ചന്ദ്രശേഖറിന് 43,755 വോട്ടും പന്ന്യൻ രവീന്ദ്രന് 27,076 വോട്ടും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ലഭിച്ചു. തലസ്ഥാന ജില്ലയുടെ ഹൃദയമാണ് തിരുവനന്തപുരം മണ്ഡലം. നഗരവും തീരവും ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം. നിലവിലെ MLAയായ ആന്റണി രാജു കോടതി വിധിയെ തുടർന്ന് അയോഗ്യനായതോടെ നാഥനില്ലാത്ത അവസ്ഥയിലാണ് തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപനങ്ങളോട് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കും എന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും വിലയിരുത്തപ്പെടുക. എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.